അങ്ങനെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നരേന്ദ്രമോദി തുടർച്ചയായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്ക് ഇലക്ഷൻ നടന്ന അരുണാചൽ പ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ കഴിഞ്ഞ മാസം ഇലക്ഷൻ നടന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മോദി നയിച്ച BJP NDA സഖ്യം തന്നെയാണ് കൂടുതൽ നേട്ടം കൊയ്തത്. എന്നാൽ അടുത്തതായി ഇലക്ഷൻ നടക്കാൻ പോകുന്ന ജാർഖണ്ഡും മഹാരാഷ്ട്രയും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം നൽകുമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് പ്രതീക്ഷിച്ച് പോരാട്ടത്തിനിറങ്ങിയ മോദി എന്ന യാകാശത്തിന് കടിഞ്ഞാനിട്ട 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ മഹാരാഷ്ട്രയാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ BJP അവസാന നിമിഷം ശരത് പവാറിനെ പിരിഞ്ഞു വന്ന് ചതിച്ച് വീണ്ടും തിരികെ പോയ അജിത് പവാറിനെ ഒരിക്കൽ കൂടി കൂടെ കൂട്ടിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവർത്തകരുടെ വികാരമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചതെന്നും അതല്ല മഹാരാഷ്ട്രയിൽ നിതിൻ ഗഡ്കരിയുടെ മോദിയോടുള്ള ശീതസമരമാണ് വോട്ട് കുറച്ചതെന്നും വാദമുണ്ട്. അതിനോടൊപ്പം തന്നെ RSS മോദിയെ വരച്ച വരയിൽ നിർത്താൻ നിസ്സഹകരണം കാണിച്ചതിൻ്റെ ഫലമാണെന്നും മറ്റൊരു വാദം കൂടിയുണ്ട്. എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ലാതെ പോയതിൻ്റെ ദോഷവശങ്ങൾ BJPക്കുള്ളിലെ നേതാക്കൾക്കും മാതൃസംഘടനയായ RSSനും മനസ്സിലായി എന്നതിൻ്റെ കൂടി ഉദാഹരണമായിരുന്നു ഹരിയാനയിൽ BJP നേടിയ അപ്രതീക്ഷിതമായ ഹാട്രിക് വിജയം. ലോകത്തിലാകെ മോദിയുടെ 3ാം ടൈമിലെ ഫലത്തേക്കാൾ ഹരിയാനയിലെ ഫലം BJPക്കും മോദിക്കും ആശ്വാസമായതും അതുകൊണ്ടാണ്. തമ്മിലടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ ഇനിയും കാലങ്ങളോളം BJP NDA സഖ്യത്തിന് ഭാരതവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കാൻ കഴിയുമെന്ന ബോധ്യം BJPക്കും സംഘപരിവാറിനും ഇപ്പോഴുണ്ട്. ഒപ്പം ചെറുതും വലുതുമായ ഘടകകക്ഷികളുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയും BJP മനസ്സിലാക്കിയാണ് ഇത്തവണ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2014 അമിത്ഷാ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ കുറച്ച് സീറ്റുകളുടെ പേരിൽ മാത്രം സ്ഥിരം സഖ്യകക്ഷിയായിരുന്ന ശിവസേനയോട് പിണങ്ങി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 122 സീറ്റുകൾ ജയിച്ച BJP 2024 മത്സരിക്കുന്നത് ആകെയുള്ള 288 സീറ്റുകളിൽ വെറും 148 സീറ്റുകളിൽ മാത്രമാണ്. 2019 BJP ശിവസേന സഖ്യം ഒന്നിച്ച് മത്സരിക്കുകയും BJP മഹാരാഷ്ട്രയിൽ 106 സീറ്റും ശിവസേന 56 സീറ്റുകളും നേടിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ട് ശിവസേന രാത്രിക്ക് രാത്രി കോൺഗ്രസ് NCP സഖ്യം രൂപീകരിച്ച് BJPയെ ചതിക്കാനുണ്ടായത്. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് NCP നേതാവായ അജിത് പവാറിനെ ഒപ്പം ചേർത്ത് രാത്രിയിൽ തന്നെ മന്ത്രിസഭ രൂപീകരിച്ച BJPക്കും ഫട്നാവിസിനും അജിത് പവാറിൻ്റെ ചതി കാരണം ദിവസങ്ങൾ പോലും ആ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അതിനുശേഷമാണ് ശിവസേന NCP കോൺഗ്രസ് എന്ന മഹാവികാസ് അഘാഡി മഹാരാഷ്ട്രയിൽ ഭരണത്തിൽ വരുന്നത്. പിന്നീട് വർഷങ്ങൾ കാത്തിരുന്ന് BJP തന്ത്രപരമായി കരുക്കൾ നീക്കി തങ്ങളെ ചതിച്ച ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ കൂടെ ചേർക്കുകയും ഒരിക്കൽ വന്ന് വിട്ടുപോയ അജിത് പവാറിനെയും കൂടെ ചേർത്ത് മഹാരാഷ്ട്രയുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം പോലും ഉന്നയിക്കാതെ നരേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയാവുകയും ശിവസേന പിളർത്തി വന്ന ഷിൻഡെ എന്ന ലീഡറെ മുഖ്യമന്ത്രിയാക്കി തങ്ങളെ ചതിച്ച ഉദ്ധവ് താക്കറെയ്ക്ക് ചെക്ക് വയ്ക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ സിംഹം എന്നറിയപ്പെടുന്ന അച്ഛൻ ബാൽ താക്കറെയുടെ പാരമ്പര്യം പേറുന്ന ഉദ്ധവ് താക്കറെയ്ക്ക് അച്ഛൻ സ്ഥാപിച്ച പാർട്ടിയും പാർട്ടി ചിഹ്നവും പോലും ഷിൻഡെയ്ക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നു. അതിനുശേഷം സ്വതവേ ദുർബലനായിപ്പോയ ഉദ്ധവ് താക്കറെ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് NCP സഖ്യത്തിനൊപ്പം മികച്ച തിരിച്ചുവരവാണ് നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ആ മികച്ച തിരിച്ചുവരവിന് ശേഷമാണ് കോൺഗ്രസും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും NCPയുടെ ശരത് പവാർ വിഭാഗവും മറ്റ് ചെറുപാർട്ടികളും ചേർന്നുള്ള മഹാവികാസ് അഘാഡിക്ക് മഹാരാഷ്ട്രയിലെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആവേശമുണ്ടായത്. എന്നാൽ ലോക്സഭയിലുണ്ടായത് പാർട്ടിക്കുള്ളിലെയും സഖ്യത്തിനുള്ളിലെയും ചില വിഭാഗീയതകളും പൊരുത്തക്കേടുകളുമായിരുന്നത് മനസ്സിലാക്കി തിരുത്തിയെത്തുന്ന BJPയുടെ മഹായുതി കൂടുതൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 288 നിയമസഭാ സീറ്റുകളിലെ മത്സരക്രമം തന്നെയാണ് ശരിക്കും വിജയികളെ നിശ്ചയിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് BJP നേരിട്ട് കോൺഗ്രസിനോടും ശിവസേനയിൽ തന്നെ ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും പരസ്പരവും NCPയിൽ ശരത് പവാർ അജിത് പവാർ വിഭാഗം പരസ്പരവും എന്ന രീതിയിലാണ് സ്ഥാനാർത്ഥികളെ ഇരുപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP സഖ്യത്തിന് ഇത്തവണ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. BJP തനിച്ചു മത്സരിക്കുന്ന 148 സീറ്റിൽ 75 സീറ്റിൽ കോൺഗ്രസിനോടും 31 സീറ്റിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തോടും 40 സീറ്റിൽ NCPയുടെ ശരത് പവാർ വിഭാഗത്തോടുമാണ് മത്സരിക്കുന്നത്. ശിവസേന ഷിൻഡെ വിഭാഗം ഉദ്ധവ് വിഭാഗത്തോട് 50 സീറ്റുകളിലും BJPക്കൊപ്പമുള്ള NCP അജിത് പവാർ വിഭാഗം ശരത് പവാറിൻ്റെ NCPയെ 38 സീറ്റിൽ നേരിടുന്നു. അതിരൂക്ഷമായ മറാത്തവാദമുള്ള ചില മേഖലകളിൽ മാത്രമാണ് ശിവസേനയിലെ ഉദ്ധവ് വിഭാഗത്തിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മേൽക്കോയ്മയുള്ളത്. ഹരിയാന ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ജനങ്ങൾക്കിടയിൽ വലിയ വിലയില്ല എന്നത് റാലികളിലുള്ള ജനക്കൂട്ടമില്ലായ്മ തെളിയിക്കുന്നു.
ഈ പ്രായാധിക്യത്തിലും BJPയെ ഭയപ്പെടുത്താൻ ശേഷിയുള്ളത് മഹാരാഷ്ട്രയിലെ സകല മുക്കും മൂലയും അറിയാവുന്ന തൊഴിലാളികളോട് ഇപ്പോഴും നേരിട്ട് സംവദിക്കുന്ന ശരത് പവാറിന് തന്നെയാണ്. BJPക്കൊപ്പമുള്ള അജിത് പവാറും മറ്റൊരു തരത്തിൽ BJPക്ക് ബാധ്യത തന്നെയാണ്. മഹാരാഷ്ട്രയിലെ BJP പ്രവർത്തകർ എങ്ങനെയാണ് ഈ അജിത് പവാർ സഖ്യം ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളതെന്നത് വ്യക്തമല്ല. ഫട്നവിസിന് ഒരു തലവേദന തന്നെയാണ്. കോൺഗ്രസിനെതിരെ BJP തനിച്ചു മത്സരിക്കുന്ന 75 സീറ്റിൽ 60 സീറ്റിലും ഉദ്ധവ് താക്കറെക്കെതിരെ മത്സരിക്കുന്ന 31 സീറ്റുകളിൽ 20 സീറ്റിന് മുകളിലും ശരത് പവാറിനെതിരെ മത്സരിക്കുന്ന 40-ൽ 20ഓളം സീറ്റുകളും ജയിച്ച് BJP തുടർച്ചയായി മൂന്നാം തവണയും മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് സെഞ്ചുറി അടിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. 100 മുതൽ പരമാവധി 106 സീറ്റുകൾ വരെ BJP മത്സരിക്കുന്ന 148 സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ നേടിയേക്കും. 85 സീറ്റുകളിൽ മത്സരിക്കുന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 40-ലധികം സീറ്റുകളിലും 55 സീറ്റിൽ മത്സരിക്കുന്ന അജിത് പവാർ 20-ൽ താഴെ സീറ്റുകളിലും മഹാരാഷ്ട്രയിൽ വിജയിച്ചേക്കും. അതായത് 160-ലധികം സീറ്റുകൾ നേടി BJP സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കൂടി 80 കടക്കില്ല. കോൺഗ്രസ് സഖ്യത്തിൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന ശരത് പവാർ മത്സരിക്കുന്ന 85 സീറ്റുകളിൽ 40ഓളം സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നവംബർ 20-നാണ് ഒറ്റ ദിവസമായി മഹാരാഷ്ട്ര വിധിയെഴുതുന്നത്. എന്നാൽ ജാർഖണ്ഡിൽ 2 ഘട്ടമായി നവംബർ 13-നും 20-നുമാണ് ജനം വിധിയെഴുതുന്നത്. നിരവധി രാഷ്ട്രീയ നാടകങ്ങളും കൂറുമാറ്റവും കണ്ട ജാർഖണ്ഡിൽ ആദിവാസി ഗോത്രവർഗത്തിനിടയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന RSS ആണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കാൻ പോകുന്ന ശക്തി. ആകെയുള്ള 81 സീറ്റുകളിൽ 68 സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർത്തി ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുന്ന BJPയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. मैं आया हूं तब कहकर जाता हूं, हेमंत जी ने हमारे चंपई सोरेन जी का अपमान किया, आप मोदी जी पर भरोसा करिए, चंपई सोरेन जी का सम्मान करने का काम भारतीय जनता पार्टी करेगी. भारतीय जनता पार्टी എക്കാലത്തെയും അഴിമതി പാർട്ടികളിൽ ഒന്നാം സ്ഥാനത്തുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിക്കൊപ്പമാണ് കോൺഗ്രസ് ഇത്തവണ BJPയെ അവിടെ എതിരിടുന്നത്. BJPക്കൊപ്പമുള്ളത് ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന യുവശക്തിയാണ്. അവർ 10 സീറ്റുകളിൽ മത്സരിക്കുന്നു. അവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത് 41 സീറ്റുകളാണ്. BJP തനിച്ച് 45 സീറ്റുകളോളവും സഖ്യം 50 സീറ്റുകൾക്ക് മുകളിലും ജയിച്ച് ജാർഖണ്ഡിലെ അധികാരം BJP സഖ്യം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ തന്നെയാണ് പോകുന്നത് എന്നതിൽ സംശയമില്ല. ഇന്ത്യ മുന്നണിയുടെ സമുന്നതയായ നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പോലും ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥി നിർത്തി കോൺഗ്രസിനെതിരെ പോരാടുന്ന CPM മഹാരാഷ്ട്രയിൽ പോലും 2 സീറ്റ് രാഹുൽ ഗാന്ധിയുടെ കാല് പിടിച്ചു വാങ്ങി മത്സരിക്കുന്നുണ്ട് എന്ന തമാശ കൂടി പറയാതെ പോകാനാവില്ല. എന്നുമാത്രമല്ല, നക്സൽ മാവോവാദികളായ തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജാർഖണ്ഡിൽ 4 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. നവംബർ 23-ന് വരാൻ പോകുന്ന ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം.